അമ്മ എന്നാണോ ആ എന്നാണോ ഇതിന് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കൊള്ളാം ദിലീഷ് പോത്തനും ജാഫറും വളരെ നല്ലതായിരുന്നു. നല്ല പടം. ദിലീഷ് പോത്തൻ പിന്നെ മദറായിട്ട് അഭിനയിച്ച അവർ പേരെനിക്കറിയില്ല, ശ്രദ്ധിച്ചില്ല. ഒരു അതെ പിന്നെ ആ കുട്ടിയുടെ പെർഫോമൻസ് വളരെ നല്ലതായിരുന്നു. വളരെ ടച്ചിങ് ആയിരുന്നു. നായകർ, അഭിനേതാക്കൾ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ അവരെല്ലാം പ്രശംസ അർഹിക്കുന്നുണ്ട്. ദിലീഷ് പോത്തനും ജാഫറും അതിഗംഭീരമാക്കി അവരുടെ റോള്. നമ്മളൊന്നും കാണാത്ത ഒരു പുതിയ അനുഭവമുണ്ട് ഈ സിനിമയിൽ. അത് എല്ലാവരുടെയും അഭിനയം ഏറ്റവും മനോഹരമായിരുന്നു. അത് കൊച്ചുകുട്ടി മുതൽ ഏറ്റവും പ്രായം ചെന്ന ആളുടെ വരെ അഭിനയ തികവ് മനോഹരമാണ്. പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ട് മനസ്സ് കണ്ണുകൾ നിറഞ്ഞു പോകുന്ന പല രംഗങ്ങളും ഇതിലുണ്ട്. അതുപോലെ ഒരു ഭാവന സമ്പന്നമായിട്ടുള്ള ഇത് എഴുതാൻ കഴിഞ്ഞു, ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞു, ഡയറക്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. വളരെ മനോഹരമായിട്ട് ഇതിൽ പാട്ടുകൾ ആസ്വദിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിൻ്റെ പാട്ടുകളിലെല്ലാം വളരെ ഭംഗിയായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയുന്നു, ആസ്വദിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു വിജയമാണ്. നല്ലൊരു കഥയായിരുന്നു. അതുകൊണ്ടാണല്ലോ നമുക്ക് സങ്കടം തോന്നിയത്. സ്വാഭാവികമായിട്ടും ചുമ്മാ വന്ന് കാണാമെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ വളരെ നല്ല സിനിമ, നല്ല കഥ, വളരെ നല്ല കഥ. ഈ കാലഘട്ടത്തിലൊക്കെ നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാരും എല്ലാ തരത്തിലും പ്രായത്തിലുള്ളവർ കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. ഈ സിനിമ വലിയ വിജയത്തിലേക്ക് എത്തിക്കട്ടെ. ഈ സിനിമയ്ക്ക് അവാർഡുകൾ കിട്ടുന്ന തരത്തിലുള്ള ഒരു കഥയാണ് എന്ന് എൻ്റെ ഒപ്പം കണ്ടുകൊണ്ടിരുന്ന സുമാൻ എന്നോട് പറഞ്ഞു. ആ തരത്തിലേക്ക് ഇത് ഉയരട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ല പടം, നന്നായിട്ടുണ്ട് കേട്ടോ. ഒന്നിനൊന്ന് മെച്ചമാണ്. ഏറ്റവും ബെസ്റ്റ് ഫിലിം, എല്ലാവരും കണ്ടിരിക്കേണ്ടതാണ്. ഓക്കെ, ഏറ്റവും ബെസ്റ്റ് മൂവി. അടുത്ത കാലത്ത് ഇത്രയും നല്ലൊരു മൂവി ഞങ്ങൾ കണ്ടിട്ടില്ല. നല്ലൊരു മൂവി, തീർച്ചയായിട്ടും കാണണം. അതെ ഞാൻ കരഞ്ഞു, ശരിക്കും കരഞ്ഞു ഫിലിം കണ്ടിട്ട്. സ്പെഷ്യലി ആ കുട്ടീനെ അവിടെ ഇട്ടിട്ട് പോകുമ്പോഴേ രണ്ട് പട്ടികളവിടെ വരുന്ന അത് ഒരു സീനാണത് ബേസിക്കലി. പിന്നെ ഒരു കൊച്ചു കുട്ടീനെ ഉറക്കി കിടക്കുമ്പോഴത്തേക്കും ഒരു ചിരിയൊക്കെ കൊണ്ടിരുന്നത്, അതൊക്കെ കുറേ അവർ കഷ്ടപ്പാട്ട് കാണും അവിടെ എത്തിക്കാനായിട്ട്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇത് എന്താണ് വിജയത്തോടെ ഇത് ഈ സിനിമ മുന്നേറട്ടെ എന്ന് പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു. ലീല ജോസഫിൻ്റെ ഗാനം എടുത്തു പറയേണ്ടതാണ്. വളരെ നല്ലൊരു ഗായിക. ശരിക്കും അവർക്ക് നല്ല ചാൻസസ് കിട്ടേണ്ടതാണ്. ബെസ്റ്റ് സിംഗർ, നല്ല ശരിക്കും ഇമോഷണൽ ആയിട്ടുള്ള നല്ല സോങ്. ഷി റെൻഡഡ് വെരി നൈസ്ലി. എൻ്റെ സിസ്റ്റർ കൊണ്ടാണ് ലീല ജോസഫ്, ലീലയുടെ ചേച്ചിയാണ് ഞാൻ. അപ്പം ഗാനങ്ങൾ ഞങ്ങൾ വളരെ മനോഹരമായിരുന്നു, വളരെ നന്നായിട്ട് ആസ്വദിച്ചു. ആകെ മൊത്തം ഒരു അടിപൊളി ഫിലിം. നല്ല കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടൊരു കഥ. എപ്പോഴും ഇടിയും വെടിവെപ്പും മറ്റേ ഇൻവെസ്റ്റിഗേഷനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മളൊരു പച്ചയായ മനുഷ്യരായിട്ട് ഇരുന്ന് കാണാൻ പറ്റിയ ഒരു നല്ലൊരു അടിപൊളി സിനിമ. കുറേ നാളുകൾക്ക് ശേഷം മനസ്സ് നിറഞ്ഞൊരു സിനിമ ഉണ്ടെങ്കിൽ അത് ഈ സിനിമയാണ്.